പരിശുദ്ധ സ്തെഫാനോസ് സഹദായുടെ നാമം ഉരുവിടുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാകുന്നുവല്ലോ വിശുദ്ധ സ്തെഫാനോസ് സഹദ. അപ്പോസ്തല പ്രവൃത്തികൾ 6-7 അധ്യായത്തിൽ ആണ് സ്തെഫാനോസ് സഹദായുടെ ജീവിത ചരിത്രം നമ്മൾ വായിക്കുന്നത്. എന്നാൽ ആ 2 അധ്യായത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല പിന്നീടുള്ള സ്തെഫാനോസ് സഹദായുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സഭയുടെ വളർച്ച. ലോകമൊക്കെയും മോർ സ്തെഫാനോസ് സഹദായുടെ വിശ്വാസ ജീവിതവും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഉള്ളതായ ഉദ്ബോധനവും ലോകമേറ്റെടുത്തു. പരിശുദ്ധ ശിഷ്യന്മാർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെയും മോർ സ്തെഫാനോസ് സഹദായുടെ രക്തസാക്ഷിത്വം മുഖാന്തിരം സഭ വളരുകയാണ് ചെയ്തത്. ചരിത്രകാരനായ യൂസേബിയോസ് എന്ന പിതാവ് മോർ സ്തെഫാനോസ് സഹദായുടെ രക്തസാക്ഷിത്വ മരണത്തെക്കുറിച്ച് പറയുന്നത് ദി പെർഫെക്റ്റ് മാർട്ടിർഡം എന്നാണ്. പൂർണ്ണതയുള്ള ഒരു രക്തസാക്ഷിത്വം. എന്താണ് പൂർണ്ണതയുള്ള രക്തസാക്ഷിത്വം? ലോകത്തെ മുഴുവൻ വീണ്ടെടുക്കുവാൻ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ തൻ്റെ ഐഹികമായ ഈ ലോക ജീവിതം 33.5 വർഷം കൊണ്ട് പൂർത്തീകരിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ആയിരിക്കുന്ന അതേ ജീവിത അനുഭവം കൊണ്ട് ശ്രദ്ധേയനായ പിതാവാണ് മോർ സ്തെഫാനോസ് സഹദ എന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് യൂസേബിയോസ് എന്ന പിതാവ് മോർ സ്തെഫാനോസ് സഹദായുടെ രക്തസാക്ഷിത്വം മറ്റ് സഹോദരന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പരിപൂർണതയുള്ള രക്തസാക്ഷിത്വമാണ് എന്ന് സാക്ഷിക്കുന്നത്. തീർച്ചയായും AD 34-35 കാലഘട്ടങ്ങളിലാണ് സ്തെഫാനോസ് സഹദ വീരരക്തസാക്ഷിത്വ മരണം വരിക്കുന്നത്. 34-35 വയസ്സ് പ്രായം. ഒരുവൻ മരണപ്പെടുമ്പോൾ നല്ല വാർദ്ധക്യത്തിൽ ആണെങ്കിൽ നമ്മൾ പറയും ശാന്തമായി തൻ്റെ ആയുസ് പൂർത്തീകരിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോയി, അത് നല്ല മരണം എന്ന്. എന്നാൽ ഇവിടെ ഒരു യുവാവായി, യുവത്വത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഏത് കാര്യവും ഊർജ്ജസ്വലതയോടെ ചെയ്യുന്ന പ്രായം, രക്തം തിളയ്ക്കുന്ന പ്രായം, ജീവിതത്തിൻ്റെ പുഷ്ടിയുള്ള കാലം. ആ കാലഘട്ടത്തിൽ തന്നെ, യൗവനത്തിൽ തന്നെ കർത്താവിന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാൻ മോർ സ്തെഫാനോസ് സഹദായ്ക്ക് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെയായി നമ്മൾ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ നാളുകൾ ജീവിക്കുമ്പോൾ മോർ സ്തെഫാനോസ് സഹദ നമ്മുടെ മുമ്പിൽ ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതകാലം എത്രയെന്നുള്ളതല്ല, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം
ദൈവികമായ പ്രതീക്ഷകൾ പൂർത്തീകരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ദൈവം കർത്തൃപ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറുവാൻ ദൈവം നമ്മയൊക്കെ ആക്കിയിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം, അതിന് ആയുസ് എത്രയെന്നുള്ളതല്ല, ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ ഓരോ മാത്രകളും പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് ഓർക്കുമ്പോൾ കർത്താവിൻ്റെ ആയുസ്സിനോട് ചേർന്ന് രക്തസാക്ഷിത്വം വഹിച്ച മോർ സ്തെഫാനോസ് സഹദായുടെ ജീവിതവും അതുകൊണ്ട് തന്നെ ഒരു പരിപൂർണ രക്തസാക്ഷി എന്നുള്ള പദവിക്ക് അദ്ദേഹം യോഗ്യനായി തീരുകയാണ്. രണ്ടാമത്, മോർ സ്തെഫാനോസ് സഹദായുടെ ജീവിതം പഠിക്കുമ്പോൾ തൻ്റെ ശുശ്രൂഷാകാലം ഏൽപ്പിച്ച ആ നാളുകളിൽ തന്നെ അദ്ദേഹം രക്തസാക്ഷിയായി തീർന്നു എന്നുള്ളതാണ്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലം 3 വർഷം. ദൈവത്തിൻ്റെ സമയം ഞാൻ മുന്നമേ ഓർമ്മിപ്പിച്ചതുപോലെ അതിൻ്റെ കാലത്തിൻ്റെ ദൈർഘ്യമല്ല. 3 വർഷം കൊണ്ട് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ പൂർത്തിയാക്കിയ നമ്മെ ഓരോരുത്തരെയും ആ രക്ഷാകര പദ്ധതിയിൽ, രക്ഷയുടെ അനുഭവത്തിലേക്ക് ചേർത്തുവെങ്കിൽ മോർ സ്തെഫാനോസ് സഹദായി ദൈവം നൽകിയതായ ആയുസ്, സമയത്തെക്കുറിച്ച് പലപ്പോഴും പരാതി പറയുന്നവരാണ് നമ്മൾ. സമയം ഒന്നിനും തികയുന്നില്ല എന്ന് പറയും. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതി ഇറങ്ങുമ്പോൾ ചോദിക്കും, എളുപ്പമായിരുന്നോ? എല്ലാം എഴുതിയോ? എല്ലാം എളുപ്പമായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് സമയം തികഞ്ഞില്ല. ഓരോ ദിവസവും ശാന്തമായി നമ്മൾ നമ്മുടെ പകൽ പൂർത്തീകരിച്ച് രാത്രിയിൽ കിടക്കുമ്പോൾ, ദൈവമേ, എനിക്ക് ഇന്ന് നൽകിയ എൻ്റെ സമയം ഞാൻ എങ്ങനെ വിശ്വസ്തയോടെ വിനിയോഗിച്ചു? അലസതയോടെ, അലംഭാവത്തോടെ, ഉത്തരവാദിത്വ ബോധമില്ലാതെ, നന്മ ചെയ്യുവാൻ അവസരമുണ്ടായിട്ട് അത് ചെയ്യാതെ ആണോ ഞാൻ എൻ്റെ ഇന്നുകൾ, എൻ്റെ സമയം ചെലവഴിക്കുന്നത്? ഇവിടെ മോർ സ്തെഫാനോസ് സഹദ തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ആ അവസരം, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ദിനം പ്രതിയുള്ള ജോലിഭാരം വർദ്ധിക്കുമ്പോൾ ദൈവകൃപയും ജ്ഞാനവും നിറഞ്ഞ 7 പേരെ തങ്ങളുടെ ശുശ്രൂഷയ്ക്കായി തങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം, അവരിൽ പ്രഥമമായി കൽപ്പിച്ചിരിക്കുന്ന ജോലി അനാഥരെയും വിധവമാരെയും സന്ദർശിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള നിയോഗമാണ്. എന്നാൽ അവിടെ ഒതുങ്ങുന്നില്ല സ്തെഫാനോസ് സഹദായുടെ ജീവിതം. ആത്മാവിൽ നിറഞ്ഞ് അവരെ പഠിപ്പിക്കുവാൻ പ്രസംഗങ്ങൾ, നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം പഠിക്കുമ്പോൾ ആദ്യ പിതാവ് അല്ലെങ്കിൽ അബ്രഹാം ഹാരാനിൽ നിന്ന് മെസ്സപ്പൊട്ടാമിയയിലേക്കുള്ളതായ ആ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്ര മുതൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ അതിൻ്റെ ഒരു സമ്മറി എന്നതുവണ്ണം പ്രസംഗ രൂപേണ സ്തെഫാനോസ് സഹദ തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടിയുടെ മുൻപിൽ ധീരതയോടെ പ്രസംഗിക്കുന്നുണ്ട്. അത്രത്തോളം ജ്ഞാനത്തിലും പരിശുദ്ധാത്മാവിലും നിറഞ്ഞ് ഒരു ജോലി മാത്രമല്ല, തന്നെ ഏൽപ്പിച്ച ജോലിയല്ല, അതിലും വിശ്വസ്തയോടെ ഏൽപ്പിച്ച എല്ലാ താലന്തുകളും ഭംഗിയായി വിനിയോഗിച്ച മോർ സ്തെഫാനോസ് സഹദ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഭരമേൽപ്പിക്കുന്ന ഇടങ്ങൾ, താലന്തുകൾ, ജോലികൾ, അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഫലം പൊതുസമൂഹത്തിന് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അലസതയും നിരാശയും
ഒക്കെ നമ്മെ ബാധിച്ചു കഴിയുമ്പോൾ പലപ്പോഴും നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഫലം നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ സാധിക്കാതെ പോകും. മൂന്നാമത്, മോർ സ്തെഫാനോസ് സഹദായുടെ ജീവിതം ഗുരുവിന് തുല്യമായ ഒരു ജീവിതമാണ് എന്ന് സാക്ഷിക്കുവാൻ കാരണം തൻ്റെ പ്രാണൻ പോകുന്നതായ സമയത്ത് തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സ്തെഫാനോസ് സഹദായെ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകരങ്ങളിൽ തന്നെ ഭരമേൽപ്പിക്കുന്ന ഒരു ആത്മീയത. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ഇന്നുകൾ എങ്ങനെ ജീവിക്കണമെന്ന് ഇങ്ങനെ പരവേശം കൊള്ളുകയാണ്. നമ്മുടെ പ്രാർത്ഥന വിചാരങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു നല്ല പ്രാർത്ഥനയാണ് മോർ സ്തെഫാനോസ് സഹദായുടെ. നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കണമേ. ഈ ലോകം വഴിയായി, മരണം വഴിയായി നമ്മൾ മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവിനെ കർത്താവ് സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ജീവിതം ക്രമീകരിക്കുവാൻ നമുക്ക് സാധ്യമാകണമെന്ന് മോർ സ്തെഫാനോസ് സഹദാ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ നല്ലൊരു അന്ത്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മക്കളും കൊച്ചുമക്കളും ചാർച്ചക്കാരുമൊക്കെ ചുറ്റും നിന്ന് അല്പം വെള്ളമൊക്കെ കിട്ടി ശാന്തമായ ഒരു മരണമെന്ന് നമ്മൾ വിധി എഴുതുമ്പോൾ പറയുമ്പോൾ അതിനേക്കാൾ ഉപരി നമ്മുടെ ആത്മാവിനെ ദൈവം സ്വീകരിക്കുന്ന ഒരു അന്ത്യജീവിതം നമുക്ക് നൽകണമേ എന്നുള്ളതാണ്. അതാണ് സ്തെഫാനോസ് സഹദാ പ്രാർത്ഥിച്ചത്. പിന്നീട് അദ്ദേഹം പ്രാർത്ഥിക്കുക, തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടി. ഇവർ ചെയ്യുന്ന പാപം എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. പുത്രൻ തമ്പുരാൻ തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, തൻ്റെ ജീവിതകാലത്ത് തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ ഭാവവും സ്വജീവിതത്തിൽ കാണിച്ച് ജീവിച്ച് ക്രിസ്തുവിന് തുല്യനായി മരണം വരിച്ച് കടന്നുപോയ മോർ സ്തെഫാനോസ് സഹദായുടെ നല്ല ഓർമ്മയുടെയും മധ്യസ്ഥത്തിൻ്റെയും മുമ്പിൽ നമ്മൾ ഈ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ആ സഹദായുടെ ജീവിതം നമുക്ക് പകർന്നു നൽകുന്ന നന്മകൾ, പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ പരിശുദ്ധ റൂഹ സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്ക്